യേശുവേ കരുണാമയനേ യേശുവേ കരുണാമയനേ യേശുവേ കരുണാമയനേ യേശുവേ കരുണാമയനേ 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 അടിയനിൽ പൊടിയാണെന്നോർത്തിടണമേ അലറും നീയാഴിയിൽ എൻ പ്രാണനെ അണയാതെ എന്നും നീ കാത്തിടണമേ കരുണാമയനേ കരുണാമയനേ അടിയനി പൊടിയാണെന്നോർത്തിടണമേ അലറും നീയാഴിയിൽ എൻ പ്രാണനെ അണയാതെ എന്നും നീ കാത്തിടണമേ നിന്ദയ എന്നും ജീവനാണേ എൻ ഭയമെല്ലാം മാഞ്ഞു പോയേ നീ അടിച്ചാലും ആദ്രമാണേ യേശുവേ കരുണാമയനേ യേശുവേ കരുണാമയനേ യേശുവേ കരുണാമയനേ യേശുവേ വിളിച്ചേ അവന്റെ പേര് വിളിച്ചേ യേശുവേ എന്ന് വിളിച്ച് 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 കമോൺ യേശുവേ യേശുവേ വിളിച്ച് 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 റമാധി ശേലിയാധോ ഓ യേശുവേ കരുണാമയനേ യേശുവേ കരുണാമയനേ യേശുവേ കരുണാമയനേ യേശുവേ കരുണാമയനേ
സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം. ഓ സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു. സുഖമുള്ള യേശു മാത്രം മതി. ഓ യേശു എന്റെ സ്നേഹിതൻ, യേശു എന്റെ പ്രാണപ്രിയൻ. ഓ യേശു എന്റെ സ്നേഹിതൻ, യേശു എന്റെ പ്രാണ. സുഖമുള്ള കാലത്ത് യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു. സുഖമുള്ള യേശു. കർത്താവേ, ഞങ്ങളുടെ സുഖത്തിൻ്റെ അവസ്ഥയിലും ദുഃഖവേളകളിലും ഞങ്ങൾക്ക് അങ്ങേ മതിയപ്പ. പറഞ്ഞ് 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 നീ മാത്രം മതിയപ്പ. ഒന്ന് പറഞ്ഞ് നിന്നെയാണ് എനിക്ക് വേണ്ടതെന്നൊന്ന് പറഞ്ഞ്. കർത്താവേ, നിന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത്, നീയാണ് ഞങ്ങൾക്ക് വേണ്ടതപ്പാ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തിന് നന്ദി. വലിയ ആത്മചലനങ്ങൾ വരും ദിവസങ്ങളിൽ കാണട്ടപ്പാ. ഇന്ന് ഞങ്ങളെ സ്പർശിക്കണേ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഉറക്കിയൊരാമേൻ പറഞ്ഞേ, ചിരിച്ചോണ്ടൊരാമേൻ പറഞ്ഞേ, ചിരിച്ചോണ്ടൊരാമേൻ പറഞ്ഞേ. അവൻ പറഞ്ഞ പോലെ പറയണം. അവൻ പറഞ്ഞ പോലെ രാമേൻ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. നിങ്ങളാരും പറഞ്ഞില്ലല്ലോ, ഇവിടെ പറയാൻ ആളുകളുണ്ട്. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം തൂങ്ങി പറയുന്നേ. ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഒരു ഹാലേലൂയ പറഞ്ഞേ. അതെനിക്കിഷ്ടപ്പെട്ട. കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങൾ ഈ ദേവദാസന്മാർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന സെഷനുകളാണ്. പക്ഷെ കർത്താവ് കാര്യങ്ങൾ ചെയ്യും. എനിക്കറിയാം നിങ്ങൾക്ക് ക്ഷീണമുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ക്ഷീണമുണ്ട്. ഞാൻ കരഞ്ഞ 14 ദിവസം കണ്ടിന്യൂസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് നിങ്ങളെപ്പോലെ ക്ഷീണമുണ്ട്. നിങ്ങൾ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്, എനിക്കറിയാം. നിങ്ങളതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും വൃഥാവല്ല. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ. ഈ കൊതിയുള്ളവരെ കാണുമ്പോൾ അറിയാം, കൊതിയുള്ളവരെ കാണുമ്പോൾ അറിയാം. എല്ലാവരുടെയും അകത്ത് കൊതി കാണില്ല. ചിലർ കർത്താവിനെ ഈ ആവശ്യങ്ങളുടെ മധ്യേ മാത്രമേ ഓർക്കാറുള്ളൂ. പക്ഷെ ചിലരങ്ങനെയല്ല. കർത്താവ് അവരുടെ ജീവിത ശൈലിയായിട്ട് മാറും. അവർക്ക് കർത്താവ് ഇല്ലാതെ പറ്റില്ല.
പ്രയോറിറ്റിയാണ് എല്ലാത്തിൻ്റെ ആധാരം. സമയം ഉണ്ടതുകൊണ്ട് വന്നു, ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടില്ലായിരുന്നു, അല്ല ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു എന്നും പറഞ്ഞ് ചർച്ചിൽ വരുന്നതും, എല്ലാം ഒതുക്കി വെച്ചിട്ട് കർത്താവിന് വേണ്ടി ഓടുന്നതും വ്യത്യാസമാണ്. നിങ്ങളുടെ കൊതിയെ കർത്താവ് മാനിക്കും. ഒരാമയും പറഞ്ഞേ, കൊതിയെ കർത്താവ് മാനിക്കും. കർത്താവ് കാര്യങ്ങൾ ചെയ്യട്ടെ. നമ്മൾ രാവിലത്തെ സെഷനിൽ പറഞ്ഞത് ദൈവത്തിൻ്റെ ഹൃദയം ഈ കാലഘട്ടത്തിൽ ചുമക്കണം. ദൈവത്തിൻ്റെ ഹൃദയം ചുമക്കണം. 1-2 പേരെ തൊട്ടിട്ടൊന്ന് പറഞ്ഞ ദൈവഹൃദയം ചുമക്കണം. ചിരിച്ചുകൊണ്ട് പ്രവചനാത്മാവിലൊന്ന് പറഞ്ഞ് ദൈവഹൃദയം ചുമക്കണം. ദൈവഹൃദയം ചുമക്കണം. ദൈവഹൃദയം ചുമക്കാതെ ദൈവം നമ്മളെ ഉപയോഗിക്കാൻ കഴിയില്ല. ആത്മഭാരം ഇല്ലാതെ നമ്മളെ ദൈവത്തിന് ഉപയോഗിക്കുക. നിങ്ങളിങ്ങനെ എന്നെ നോക്കട്ടെ, പിള്ളേരെ അങ്ങ് വിട്ടേരെ, അവരവരുടെ രീതിയിൽ അങ്ങ് പൊക്കോളും, കുഴപ്പമില്ല. നിങ്ങളെന്നെ ശ്രദ്ധിക്കണേ. ദൈവഹൃദയം ചുമക്കണം. പറഞ്ഞേ, ആത്മഭാരം വേണം. ആത്മഭാരം ഇല്ലാതെ നിങ്ങൾക്കൊരു എഫക്റ്റീവായിട്ട് ദൈവരാജ്യത്തിനകത്ത് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആത്മഭാരം ഇല്ലാതെ പറ്റില്ല. എൻ്റെ കൂടെ വരുന്നുണ്ടോ? ആത്മഭാരം ഇല്ലാതെ പറ്റില്ല. പലപ്പോഴും നമ്മുടെ ശുശ്രൂഷകളെല്ലാം ഷോ ഓഫുകളായി മാറുന്നതിൻ്റെ കാരണം ആത്മഭാരം ഇല്ലാത്തതുകൊണ്ടാണ്. ആത്മഭാരം ഉണ്ടോ ഫ്ലോ ആകും. ഉപയോഗിക്കപ്പെടണമെന്ന് ആഗ്രഹമുള്ളവരെ കൈയൊന്ന് കാണട്ടെ. ചുമ്മാ പോക്കല്ലേ. ദൈവഹൃദയത്തെ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് തോന്നുകയാണ് എന്നെ ദൈവത്തിന് ഉപയോഗിക്കണം, അങ്ങനെയുള്ളവർ കൈയൊന്ന് കാണാം. നിങ്ങൾ ഉപയോഗിക്കപ്പെടണമെങ്കിൽ പ്രാധാന്യത ഇതിനാണ് ആത്മഭാരം. ആത്മഭാരം ഉണ്ടോ ബാക്കിയെല്ലാം നിൻ്റെ പുറകെ വരും, ബാക്കിയെല്ലാം ഫ്ലോ ആകും. ഈ കാലഘട്ടത്തിൽ ഞാൻ രാവിലെ പറഞ്ഞതുപോലെ പ്രശ്നം ഇതാണ്. ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നം ഉദ്ദേശശുദ്ധികൾ എവിടെയോ ശരിയാകുന്നില്ല, ഇൻറ്റൻഷൻസ് എവിടെയോ കറക്റ്റ് ആകുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നമ്മൾ ഈ ദൈവം എന്ന് പറയുമ്പോൾ നമ്മുടെ അകത്ത് വരുന്നത് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്ന ഒരാളെ പോലെയാണ് നമ്മൾ ദൈവത്തെ കാണുന്നത്. ഇതിനകത്ത് നമുക്കൊരു ആത്മാർത്ഥത ദൈവത്തോട് വേണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവം നമ്മുടെ ജീവിത ശൈലിയായിട്ട് മാറണം. എൻ്റെ കൂടെ വരുന്നുണ്ടോ? കർത്താവ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പം പറയും, കർത്താവെ ആ ഒരു തലമുറയുടെ മുഴുവനും ഇൻറ്റൻഷൻസ് പോയി കിടക്കുകയാണ്, കർത്താവ് ശരിയാക്കണമേ, അവരുടെ ഇൻറ്റൻഷൻസ് ഉദ്ദേശശുദ്ധികളെല്ലാം നന്നാക്കണേ എന്നൊക്കെ പറയും. കർത്താവ് പറയും, നിൻ്റെ കയ്യിലും കുഴപ്പമുണ്ട്. കാരണം നമ്മളീ പറയുമ്പോഴും പ്രസംഗിക്കുമ്പോഴെല്ലാം ശുശ്രൂഷയുടെ ഗ്ലാമർ മാത്രമാണ് പറയുന്നത്, ഇതിൻ്റെ അപ്പുറത്തോട്ട് നമ്മളൊന്നും പറയാറില്ല. ഒരു തലമുറ മുഴുവനും ഈ ശുശ്രൂഷയുടെ ഗ്ലാമറിനകത്ത് ഫോക്കസ്ഡ് ആണ്. ലൈക്ക് ഒരു പ്രവാചകന് കിട്ടുന്ന അംഗീകാരം, പ്രവാചകന് കിട്ടുന്ന അക്സെപ്റ്റൻസ്, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകന് കിട്ടുന്ന അക്സെപ്റ്റൻസ് ഒക്കെ നോക്കിയാൽ ഞങ്ങൾ പ്രവചിച്ചല്ല, ഞങ്ങൾ ഗിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്താൽ ഞങ്ങൾക്കും ഇതുപോലെ ആകാമെന്നുള്ള ചിന്ത. പക്ഷേ ഇതിനപ്പുറത്ത് ഇത് എന്തിന് എന്ന ചോദ്യം വരുമ്പോഴാണ് പ്രശ്നം. ദൈവം നമ്മുടെ ആക്ഷൻസ് അല്ല കാണുന്നത്, നീ എന്തിന് ചെയ്തു എന്നാണ് ദൈവം നോക്കുന്നത്. എൻ്റെ കൂടെ ഉണ്ടോ? നമ്മൾ എന്ത് ചെയ്തു എന്നല്ല ദൈവം നോക്കുന്നത്, എന്തിന് ചെയ്തു എന്ന് ദൈവം നോക്കും. എന്തിനാണ് നമ്മളത് ചെയ്തതെന്ന് ദൈവം എപ്പോഴും നോക്കും. നമുക്ക് ഈ ഡബിൾ മൈൻഡാണ്. നമുക്കറിയാം ചർച്ചിൽ അഭിനയിക്കാൻ അറിയാം, പുറത്തെങ്ങനെ ആയിരിക്കണമെന്നറിയാം. നിങ്ങളിവിടെ വളരെ ശാന്തമായിട്ടിരിക്കുന്നു, ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ നിൽക്കുമോ? നിങ്ങളെൻ്റെ കൂടെ വരുന്നില്ല. മോളെങ്ങനെയാണോ നിൽക്കുന്നത് ബസ് സ്റ്റാൻഡിൽ? ഇല്ല. അപ്പം നമുക്ക് ഓരോരുത്തടത്തും നമുക്ക് ഓരോ രീതിയിൽ നിൽക്കാനും ഇരിക്കാനും ഒക്കെ അറിയാം, ആൾക്കാരത്ത് പെരുമാറാനറിയാം. പക്ഷെ ദൈവം എപ്പോഴും നോക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആക്ഷൻസ് അല്ല, ആക്ഷൻസിൻ്റെ പുറകിൽ ഉദ്ദേശശുദ്ധികളാണ് ദൈവം നോക്കുന്നത്. ഉദ്ദേശശുദ്ധികൾ. അപ്പോൾ ദൈവരാജ്യത്തിനകത്ത് ഇത് നമ്മുടെ ഒരു റെസ്റ്റോറേഷൻ പീരീഡായിട്ട് നിങ്ങളിത് എടുക്കണം. എൻ്റെ കൂടെ വരുന്നുണ്ടോ? അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ബന്ധക്കോസ് മെസ്സേജ് പറഞ്ഞിട്ട് എനിക്കിവിടെ പോകാം, എനിക്ക് കുഴപ്പമില്ല, നിന്നെ കൊല്ലും ഞാനും ചാവുമെന്നും പറഞ്ഞ് മെസ്സേജ് ഇവിടെ അടിച്ചിട്ട് എനിക്ക് സ്തോത്രം പറഞ്ഞു പോകാൻ പറ്റും. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ക്രോയിഡോണിൽ ഒരു ഉണർവുണ്ടാകണമെന്നും
അതിനകത്ത് ദൈവം നിങ്ങളെ ഉപയോഗിക്കണമെന്നും. ആമേൻ. അതുകൊണ്ടാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് നിൽക്കുക. നമ്മുടെ ജീവിതത്തിനകത്ത് ട്രാൻസ്ഫോർമേഷൻസ് ഇല്ല എങ്കിൽ, രാവിലെ പറഞ്ഞ പോലെ എൻകൗണ്ടേഴ്സ് ഇല്ല എങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എഫക്റ്റീവായിട്ട് നിൽക്കാൻ കഴിയില്ല. രൂപാന്തരം ഉണ്ടാകണം. എൻകൗണ്ടേഴ്സ് വിത്തൗട്ട് എ ട്രാൻസ്ഫോർമേഷൻ ഈസ് നോട്ട് ആൻ എൻകൗണ്ടർ. രൂപാന്തരങ്ങളില്ലാത്ത എൻകൗണ്ടറുകളല്ല. അപ്പം നമുക്കൊരു എൻകൗണ്ടർ ഉണ്ടായി എന്നങ്ങനെ മനസ്സിലാവുന്ന നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന രൂപാന്തരങ്ങളാണ്. ഉദ്ദേശശുദ്ധി, പറഞ്ഞേ ഉദ്ദേശശുദ്ധി. ഒരു കാലഘട്ടത്തിൽ മുഴുവനും എൻ്റെ ഉദ്ദേശശുദ്ധികൾ കറക്റ്റ് അല്ലായിരുന്നു. പക്ഷെ ദൈവം എവിടെയോ അലൈൻ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ജീവിതത്തിനകത്ത് ദൈവം ഉപയോഗിക്കുന്നത് കാണാനിടയായത്. എൻ്റെ കൂടെ വരുന്നുണ്ടോ? ഈ ആരോ പറഞ്ഞു പഴയ നിയമമാണ് പ്രയാസം, പുതിയ നിയമം എളുപ്പമാണെന്നൊക്കെ പറയുന്ന ആരോട് കേട്ടു. പക്ഷേ ഞാൻ പറയുന്നത് പഴയ നിയമത്തെക്കാളും പുതിയ നിയമം കുറച്ചും കൂടെ പ്രയാസകരമാണ്. കാരണം പുതിയ നിയമം മുഴുവൻ ഫോക്കസ് ചെയ്യുന്നത് ഹൃദയത്തിലാണ്. ഇത് ഞാൻ എടുത്തുകൊണ്ട് വന്ന മെസ്സേജ് അല്ല, പക്ഷെ പരിശുദ്ധാത്മാവ് അങ്ങനെ കൊണ്ടുപോകുന്നതുകൊണ്ട് ഞാൻ പറയാം. പുതിയ നിയമത്തിനകത്ത് എന്താണ് ദൈവം നോക്കുന്നത്? ഹൃദയം ഫോക്കസ് ചെയ്തിട്ടാണ് ന്യൂ ടെസ്റ്റ്മെന്റ് മൊത്തം പോകുന്നത്. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് 3 ഘടനകളിലാണ്. 3 ഘടനകളിലാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. പറഞ്ഞ് സ്പിരിറ്റ്, സോൾ, ബോഡി. സ്പിരിറ്റ്, സോൾ, ബോഡി. ആത്മാവ്, ദേഹി, ശരീരം എന്ന 3 ഘടനയിലാണ് ഉണ്ടാക്കിയത്. പൗലോസാണ് ഇതിനെപ്പറ്റി പറയുന്നത്. 2 തിമോത്തിയോസ് 5 പറയുന്നുണ്ട്, 1 തിമോത്തിയോസ് 5 പറയുന്നുണ്ട്. അപ്പോൾ പൗലോസ് ഇത് പറയുമ്പോൾ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും എന്ന പദമാണ് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ പറയുമ്പോഴെല്ലാം ഈ എന്താ പറയുന്നത്, ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയും. ദേഹം, ദേഹി, ആത്മാവല്ല പൗലോസ് പറഞ്ഞ ഘടന. ആത്മാവ്, പ്രാണൻ, അല്ലെങ്കിൽ ആത്മാവ്, ദേഹി, ദേഹം എന്ന ഘടനയിലാണ് നമ്മൾ പുതിയ നിയമക്കാര്, നമ്മൾ പുതിയ നിയമ ശുശ്രൂഷകര്, പുതിയ നിയമത്തിൽ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഏവരും നിൽക്കുന്നത്. ആദ്യം ദൈവം മനുഷ്യനുണ്ടാക്കിയപ്പോൾ ഈ 3 ഘടനകളിലാണ് ദൈവം ഉണ്ടാക്കിയത്. പറഞ്ഞ് എന്തൊക്കെയാണ് ഘടനകൾ? ആത്മാവ്, പ്രാണൻ, ദേഹം, അല്ലെങ്കിൽ ആത്മാവ്, ദേഹി, ദേഹം എന്ന ഘടനയിലാണ് ദൈവം സൃഷ്ടിച്ചത്. അപ്പം അവൻ്റെ ഫുള്ള് കൺട്രോള് ആത്മാവായിരുന്നു. പറഞ്ഞ ഫുൾ കൺട്രോളും ആരായിരുന്നു? ആത്മാവായിരുന്നു അതിൻ്റെ ആദ്യ ഘടന. ആത്മാവ് ആദ്യ ഘടന ആയതിനാൽ ആത്മാവ് ആദമിനെ നയിച്ചത് മുഴുവനും ആത്മാവായിരുന്നു. ആദം എന്ത് ചെയ്യണമെന്നും എവിടെ പോകണമെന്നും ആദമിൻ്റെ ജീവിതശൈലി മുഴുവനും നിയന്ത്രിച്ചിരുന്നത് ആത്മാവായിരുന്നു. പക്ഷെ എവിടെയോ ആദം പാപം ചെയ്ത കാരണത്താൽ ഈ ഘടന തെറ്റി. ആത്മാവ്, ദേഹി, ദേഹം എന്ന ഘടന എവിടെയോ ദേഹം, ദേഹി, ആത്മാവെന്ന ഘടനയിലേക്ക് മാറി. ആത്മാവാൽ നിയന്ത്രിക്കപ്പെട്ടവൻ എവിടെയോ ശരീരത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ തിരിയാൻ തുടങ്ങി. നിങ്ങൾക്കറിയാമോ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നമ്മൾ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്നതെന്നറിയാമോ? ആദി ഏദനിൽ പാപം മുഖാന്തരം ഡിസോർഡറായ ഓർഡറിനെ, സൃഷ്ടിയുടെ ഓർഡറിനെ ദൈവം വീണ്ടും ഓർഡറിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് ദേഹം, ദേഹി, ആത്മാവ് എന്ന ഘടനയിൽ നിന്നും ആത്മാവ്, ദേഹി, ദേഹം എന്ന ഘടനയിലേക്ക് ദൈവം തിരിക്കും. എൻ്റെ കൂടെ വരുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പം നമ്മൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്ന നമ്മുടെ നിയന്ത്രണം മുഴുവനും ആത്മാവിൻ്റെ കീഴിലായി മാറും. മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയ സമയത്ത്, മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ മനുഷ്യൻ്റെ അകത്ത് ദേഹി എന്ന് പറയുന്ന ഘടന എന്ന് പറയുന്നത്, ദേഹം നമുക്കറിയാം, ഈ കാണുന്നതാണ് ദേഹം. പക്ഷെ ദേഹി എന്താണ്? ദേഹി എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ഇൻ്റലക്ച്വൽ, ഇതെല്ലാം ദേഹിയിൽ വരുന്നതാണ്. ആത്മാവ് ദൈവികമായ, ഇതിനകത്ത് ദൈവികമായ ഘടന എന്ന് പറയുന്നത് ആത്മാവാണ് ദൈഹികമായ ഘടന. അപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സൂപ്പർ നാച്ചുറൽ രീതിയിൽ നിങ്ങൾ ജീവിക്കണമെങ്കിൽ, ഒരു അസാധാരണ ജീവിതശൈലി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നമ്മൾ ജീവിക്കേണ്ടത് ദേഹിയിലല്ല, നമ്മൾ ജീവിക്കേണ്ടത് ദേഹത്തിലല്ല, നമ്മൾ ജീവിക്കേണ്ടത് ആത്മാവിലാണ്. കാരണം എന്താ? കാരണം ആത്മാവ് അത് സൂപ്പർ നാച്ചുറലാണ്. ആത്മാവ് അസാധാരണമാണ്. ആത്മാവ് വന്നിരിക്കുന്നത് സാധാരണ റലങ്ങളിൽ നിന്നല്ല, അസാധാരണ റലത്തിൽ നിന്നാണ് ആത്മാവ് വന്നിരിക്കുന്നത്. അപ്പം ആത്മീയ മനുഷ്യനെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദേഹി ജീവിക്കുന്നവൻ ആത്മീയ മനുഷ്യനല്ല, ശരീരത്തിൽ ജീവിക്കുന്നവൻ ആത്മീയ മനുഷ്യനല്ല. ആത്മീയൻ എന്ന് പറയണമെങ്കിൽ ആത്മാവ് ജീവിക്കുന്നവരായിരിക്കണം. ഒരാമേൻ പറയാം. അപ്പം നിങ്ങൾ ആത്മാവ് ജീവിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ആത്മാവ് ജീവിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് നമ്മുടെ ജീവിത ശൈലികൾ മുഴുവനും അസാധാരണത്വമായി മാറും.
എല്ലാവരും ആമേൻ പറഞ്ഞില്ല. സൂപ്പർ നാച്ചുറലായിട്ട് തീരണമെങ്കിൽ, സൂപ്പർ നാച്ചുറലായിട്ട് മാറണമെങ്കിൽ എന്താണ്? നമ്മുടെ ജീവിതശൈലി ആത്മാവ് ജീവിക്കണം. നമ്മുടെ മിനിസ്ട്രി ഫ്ലോ ആകേണ്ടത് എവിടെയാണ്? മിനിസ്ട്രി ഫ്ലോ ആകേണ്ടത് നമ്മുടെ ദേഹിയിൽ നിന്നല്ല, നമ്മുടെ ദേഹത്തിൽ നിന്നല്ല. മിനിസ്ട്രി ഫ്ലോ ആകേണ്ടത് നമ്മുടെ ആത്മാവിൽ നിന്നാണ്. ആത്മാവിൽ നിന്ന് ഫ്ലോ ആകുന്ന മിനിസ്ട്രിക്കകത്ത് സൂപ്പർ നാച്ചുറാലിറ്റി ഉണ്ടാകും. നീ ആത്മാവിൽ നിന്നൊരു പാട്ട് പാടി അതിനകത്തൊരു സൂപ്പർ നാച്ചുറൽ സിഗ്നേച്ചർ ഉണ്ടാകും. എൻ്റെ കാര്യം മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? എന്ന് ഞാൻ നിങ്ങളോട് പറയാം, ആത്മാവിൽ ജീവിക്കാൻ പഠിക്കുക. ആത്മാവിൽ ജീവിതശൈലി തുടങ്ങുക. ആത്മാവിൽ ജീവിതശൈലി തുടങ്ങിയ സംഭവിക്കുന്നത് എന്തെന്നറിയാമോ? നിങ്ങളുടെ ജീവിതം സൂപ്പർ നാച്ചുറലായി തീരും. എവിടെയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണത്വത്തിൻ്റെ എലമെൻറ്റുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ ആത്മാവിൽ ഈ വൈകുന്നേര സമയം നിങ്ങളെ നോക്കി ഞാൻ പ്രവചിക്കുന്നു, ഇതുവരെ കാണാത്ത ചില സൂപ്പർ നാച്ചുറൽ സിഗ്നേച്ചറുകൾ, ദൈവത്തിൻ്റെ കയ്യൊപ്പുകൾ ഈ സീസണിൽ നിന്റെ ജീവിതത്തിൽ കാണുമെന്ന് പറഞ്ഞാൽ എത്ര പേര് ഇതിന് ആമേൻ പറയും? ഓ, നിന്റെ ജീവിതത്തിൽ ഇന്നു മുതൽ നിങ്ങൾ വിശ്വസിക്കണം, ഇതുവരെ കാണാത്ത ദൈവത്തിന്റെ കയ്യൊപ്പുകൾ ഈ സീസണിൽ നിന്റെ ജീവിതത്തിൽ കാണുമെന്ന് പറയാൻ ദൈവം ഒരു നിയോഗം തരുന്നല്ലോ. രാവിലെ പറഞ്ഞതുപോലെ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എല്ലാ മേഖലകളിലും നിങ്ങൾ ദൈവത്തിന്റെ കയ്യൊപ്പുകൾ കാണാൻ പോകുന്നു എന്ന് പറയാൻ ഞാനത് പറയുമ്പോൾ ഒരു അഭിഷേകം ഞാൻ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിനകത്ത്. കാരണം സാധാരണ റലത്തിൽ ജീവിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. പറഞ്ഞ അസാധാരണ റലത്തിൽ ജീവിക്കാനാണ് നമ്മൾ വിളിച്ചത്. നാച്ചുറൽ റലങ്ങളിൽ ജീവിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്, സൂപ്പർ നാച്ചുറൽ റലങ്ങളിൽ ജീവിക്കാനാണ് ഞങ്ങൾ വിളിച്ചത്. ഞാൻ ആവർത്തിച്ചു പറയാം, അടുത്ത 28 ദിവസത്തിനകം നിന്റെ ജീവിതത്തിലെ ദൈവിക കയ്യൊപ്പുകൾ വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ ഇവരാമേൻ പറയാൻ എത്ര പേര് ഇതിനകത്തുണ്ട്? ദൈവിക കയ്യൊപ്പുകൾ ഈ സീസണിൽ ദൈവം നിന്റെ ജീവിതത്തിലിടും. നിന്നെ നോക്കുന്നവർ, ആളുകൾ നിന്നെ ചോദിച്ചിട്ട് പറയും, നിനക്കെന്തോ മാറ്റമുണ്ടല്ലോ, എന്താണ് നിന്റെ പിന്നിലെ അസാധാരണത്വത്തിന് കാരണമെന്ന് ചോദിക്കും. അതുപോലെ അടയാളമായി, കണ്ണിന് കാണുന്ന അടയാളമായി ദൈവ ചിലരുടെ ജീവിതത്തിനകത്ത് കയ്യൊപ്പുകൾ ഇടുമെന്ന് പറയാൻ ഒരു നിയോഗം ദൈവം തരുന്നു. 40 വർഷം കൊട്ടാരത്തിനകത്ത് മോശയെ കണ്ടു വളർന്നതാ. പക്ഷേ മോശയെ നല്ല രീതിയിൽ കൊട്ടാരത്തിന് അറിയാം. പക്ഷേ 80 വർഷം വന്ന് കഴിഞ്ഞു നിന്നപ്പോ രാജാവ് ചോദിച്ച ചോദ്യം, നിന്നെ അയച്ചതാര്? ഇതെന്താ ചോദിക്കാൻ കാരണമെന്നറിയാമോ? ഇത് ഞാൻ പണ്ട് കണ്ട മോശയല്ല, എന്തോ ഒരു സൂപ്പർ നാച്ചുറൽ സിഗ്നേച്ചർ ഇവന്റെ തലയ്ക്ക് മുകളിൽ കിടക്കുന്നു. ഇത് നിങ്ങളെ നോക്കി ഞാൻ പ്രവചിക്കുകയാണ്. നിന്നെ കണ്ടവർ, നിന്നെ പരിചയമുള്ളവർ നിന്നോട് ചോദിക്കും, നീ എന്റെ സൂപ്പർ നാച്ചുറൽ സിഗ്നേച്ചർ എന്തെന്ന് ഈ സീസണിൽ നിന്നോട് ചോദിക്കും. ഇതുപോലെ കണ്ണിന് കാണുന്ന വ്യക്തമായ അടയാളങ്ങൾ, ദൈവിക കയ്യൊപ്പുകൾ ദൈവം ഈ സീസണിൽ ഇടുമെന്ന് പ്രവചിക്കാൻ ഇനി നിന്റെ സാക്ഷ്യം ഈ സീസണിൽ നീയല്ല പറയാൻ പോകുന്നത്. നിന്നെ കാണുന്നവർ നിന്റെ സാക്ഷ്യം പറയും. നിന്നെ കാണുന്നവർ പറയും, ഇത് ദൈവത്താൽ അല്ലാതെ സംഭവിക്കാൻ അസാധ്യമാണ്. ഈ സീസണിൽ കർത്താവ് പ്രവചിക്കാൻ പറയുന്നല്ലോ, മഹത്വകരമായ ചില തിരിച്ചുവരവുകൾ, ഗ്ലോറിയസ് റിട്ടേണുകൾ ഈ സീസണിൽ ചിലരുടെ ജീവിതത്തിൽ വെക്കുക. നിന്നെ കാണുന്നവർ പറയും, ഇത് അസാധാരണം. നിന്നെ കാണുന്നവർ പറയും, ഇത് അസാധാരണമാണ്. നിന്നെ കാണുന്നവർ പറയും, ഇത് അത്ഭുതമാണ്. നീ പലർക്കും ഈ സീസണിൽ അത്ഭുതമാണ്. നാച്ചുറൽ റലത്തിനകത്ത് ജീവിക്കാൻ ജീവിതശൈലിക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരല്ല നമ്മൾ ആത്മജീവികളാണ്. പറഞ്ഞേ, ഉറക്കെ പറ,
നമ്മൾ ആത്മജീവികളാണ്. നമ്മൾ സ്പിരിച്വൽ ബീയിങ്സ് ആണ്. സ്പിരിച്വൽ ബീയിങ്സ് ആണ്. അസാധാരണ തലങ്ങളിൽ ജീവിക്കാൻ ജീവിതശൈലിക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ഇന്ന് ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കാം, ഇതുവരെ നിങ്ങൾ ജീവിച്ച ജീവിതശൈലിയല്ല, ഇതിനപ്പുറത്തെ ഒരു 4th ഡൈമെൻഷൻ ലൈഫ് സ്റ്റൈൽ നിന്റെ മേൽ ഇന്ന് ഈ സീസണിൽ വെളിപ്പെടാൻ പോവുകയാണ്. ദൈവിക കയ്യൊപ്പുകൾ എന്നും ഇടുന്നവരായി നിങ്ങൾ തീരും. ആത്മാവിൽ ജീവിക്കുന്നവന്റെ പ്രത്യേകത അസാധാരണത്വം സാധാരണം എന്ന പോലെയായി മാറും. പറഞ്ഞ അസാധാരണത്വം സാധാരണം എന്ന പോലെയായി മാറും. ഒരു ദിവസം മന്ന വീണപ്പോൾ അവർക്ക് അസാധാരണമായിരുന്നു. നമ്മളാണ് എന്ത് ചെയ്തേനെ? നമ്മളാണെങ്കിൽ ഒരു ഫോൺ എടുത്തിട്ട് മന്നയുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇട്ടേനെ, ഇല്ലേ മോനെ? കാരണം എന്താ, നമ്മൾ ഇടയ്ക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ നമ്മളൊരു ഫോട്ടോ എടുത്തിടും. എന്തുകൊണ്ടാ? കാരണം എന്നും അവിടെ നിന്നല്ല ഫുഡ് കഴിക്കുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നതാ, ഇത് സാധാരണയായി സംഭവിക്കുന്നതല്ല. പക്ഷെ നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ചോറും സാമ്പാറും നമ്മളിടുമോ? പറഞ്ഞേ. ഇടയ്ക്കൊരു സ്റ്റേക്ക് ഹൗസിൽ നിന്നൊരു സ്റ്റേക്ക് കഴിക്കുമ്പോൾ നമ്മളെടുത്ത് ഇടും. പക്ഷെ എന്ന് നമ്മൾ മോരും കൂട്ടി കഴിക്കുമ്പോൾ ഇടുമോ? കാരണം എന്താ? അതൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് തോന്നിയേക്കുക. കാരണം എന്നും സംഭവിക്കുന്നതല്ല, ഇതെന്നും സംഭവിക്കുന്നതാണ്. ആദ്യ ദിവസം മന്ന വീണപ്പോൾ ഇവർക്ക് അസാധാരണമായിരുന്നു. ഒരാഴ്ച ആയിരുന്നപ്പോഴും അസാധാരണമായിരുന്നു. ഞാൻ ചോദിക്കുന്ന 6 മാസം കഴിഞ്ഞപ്പോഴോ? 1 വർഷം കഴിഞ്ഞപ്പോഴോ? രാവിലെ എഴുന്നേറ്റ് പല്ല് കേൾക്കുന്ന പോലെയല്ലേ ഉള്ളൂ. ഈ സീസണിൽ കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇതുപോലെ ലൈഫ് സ്റ്റൈലാണ്. ആത്മാവിലൊരു ജീവിതശൈലി ജീവിച്ചു തുടങ്ങിയാൽ ഞാൻ പറയും, നിന്റെ ഡെയിലി റൊട്ടീനകത്ത് സൂപ്പർ നാച്ചുറാലിറ്റി കയറും. നിന്റെ ദിനം പ്രതി നിന്റെ ജീവിത ശൈലിക്കകത്ത് സൂപ്പർ നാച്ചുറാലിറ്റിയെ ദൈവം ഇൻക്ലൂഡ് ചെയ്യും. ഞാൻ പറയാൻ വന്നത് അതല്ല. പറയാൻ വന്നത് നമ്മുടെ ഹൃദയം ഇരിക്കുന്നത്, നമ്മുടെ ഹൃദയം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഹൃദയമല്ല, ചിന്തകളാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഇൻ്റലക്ച്വൽ, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഫീലിങ്സ് എല്ലാം ഇരിക്കുന്നത് നമ്മുടെ ദേഹിയിലാണ്. പറഞ്ഞ ദേഹിയിലാണ് ഇരിക്കുന്നത്. പിശാചിൻ്റെ ഫോക്കസ് മുഴുവനും നിന്റെ ദേഹിയിലായിരിക്കും. എൻ്റെ കൂടെ വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? ആമേനെന്നോ? ദേഹിയാണ് പിശാചിൻ്റെ ഫോക്കസ്. ദൈവത്തിന് ആവശ്യവും നിന്റെ ദേഹിയാണ്. എൻ്റെ കൂടെ വരുന്നോ? പിശാചിനറിയാം നിന്റെ ദേഹിയെ പിടിച്ചാൽ ബാക്കിയെല്ലാ മേഖലയിലും അവന് നിയന്ത്രണം നിന്റെ മേൽ കിട്ടും. അതുകൊണ്ട് പിശാച് എപ്പോഴും ചെയ്യുന്നത് വെറുതെ ചിന്തകൾ ഇട്ടുകൊണ്ടേയിരിക്കും. വെറുതെ ചിന്തകളിടും. ചിന്തകൾക്ക് ആത്മമണ്ഡലത്തിൽ ശക്തിയുണ്ട്. അതാ നേരത്തെ ഞാൻ പറഞ്ഞത്, ഇൻറ്റൻഷൻസിന് സ്പിരിച്വൽ റലത്തിനകത്ത് ശക്തിയുണ്ട്. നമ്മുടെ ചിന്തകൾക്ക് ശക്തിയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചിന്തയെ പൊല്യൂട്ട് ചെയ്യാനായിരിക്കും പിശാച് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. കാരണം നിന്റെ ചിന്ത പൊല്യൂട്ടഡ് ആണെങ്കിൽ നിന്റെ പ്രവൃത്തിയും പൊല്യൂട്ടഡ് ആയിരിക്കും. സ്പിരിച്വൽ റലത്തിനകത്ത് ചിന്തകൾ വളരെ ശക്തിയുള്ളതാണ്. വെറുതെ ചിന്തയിടും. നീ ഉപയോഗിക്കപ്പെടത്തില്ല, നീ അനുഗ്രഹിക്കപ്പെടത്തില്ല, നീ മുൻപോട്ട് പോകത്തില്ല, നിനക്ക് മക്കളുണ്ടാകത്തില്ല, നിന്റെ കല്യാണം നടക്കത്തില്ല, നിനക്ക് അനുഗ്രഹിക്കപ്പെട്ട ഭാവി ഉണ്ടാകില്ല. വെറുതെ ചിന്തയിടും. നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയാം? നമ്മൾ ഈ ചിന്തയെ പാമ്പർ ചെയ്യും. എവിടെ ഈ ചിന്തകളെ എൻകറേജ് ചെയ്യും. പക്ഷെ ചെന്നെത്തിപ്പെടുന്നത് ഏതെങ്കിലും ഒരു പരാജയങ്ങളിലായിരിക്കും. പിശാചിൻ്റെ ചിന്തകളെ ഒരിക്കലും നിങ്ങൾ പാമ്പർ ചെയ്യരുത്. എൻ്റെ കൂടെ ഉണ്ടോ? പൈശാചിക ചിന്തകൾ ഒരിക്കലും പാമ്പർ ചെയ്യല്ല. കാരണം ചിന്തകൾ സ്പിരിച്വൽ റലത്തിൻ്റെ ഭാഷയാണ്. ആത്മമണ്ഡലത്തിൻ്റെ ഭാഷയാണ് ചിന്തകൾ.
ചിന്തകൾക്ക് ശക്തി ഉണ്ടച്ചാ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, മോഹിക്കേണ്ടതിനോ സ്ത്രീയെ നോക്കിയാൽ മതി, സ്പിരിച്വൽ റലത്തിനകത്ത് അവളുടെ കൂടെ വ്യഭിചാരം ചെയ്തതിന് തുല്യാണ്, എൻ്റെ കൂടെ ഇല്ല. അപ്പം ജസ്റ്റ് മോഹിക്കേണ്ടതിന് നോക്കിയാൽ സ്പിരിച്വൽ റലത്തിനകത്ത് അവളുടെ കൂടെ വ്യഭിചാരം ചെയ്തതിന് തുല്യമാണ്. ഇതാണ് പുതിയ നിയമത്തിലെ പ്രിൻസിപ്പിൾ. അതായത് ഞാൻ ഒരാളെ അടിക്കണ്ട, എൻ്റെ മനസ്സിൽ അടിച്ചാൽ മതി. സ്പിരിച്വൽ റലത്തിൽ ഞാൻ കൈകൊണ്ട് അടിച്ചതിന് തുല്യാണെന്നല്ലേ? നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ല? നമ്മൾ എത്ര പേരെ മനസ്സുകൊണ്ട് അടിച്ചിട്ടുണ്ട്, എത്ര പേരെ പള്ളു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് നമ്മൾ വാതുറന്ന് പറയാത്ത? വാതുറന്ന് പറഞ്ഞാൽ നമുക്ക് ഇടിയിട്ടും, കാരണം കോൺസിക്വൻസസ് ഉണ്ട് എന്നുള്ള ധാരണയിലല്ലേ? എൻ്റെ കൂടെ ഉണ്ടോ? പിന്നെ നിന്റെ പേരെന്തായിരുന്നു, ഞാൻ മറന്നുപോയി. പ്രൈസ്. അപ്പോൾ പ്രൈസിനെ ഞാൻ കൈ കൊണ്ട് അടിച്ചു എന്ന് വിചാരിക്കുക, മുഖത്തിട്ട് അടിച്ചു എന്ന് വിചാരിക്കുക. ഇടിച്ചാൽ സംഭവിക്കുന്നത് എന്താണ്? പ്രൈസ് ഒന്നെങ്കിൽ എന്നെ ഇടിക്കും, ഇല്ലെങ്കിൽ ഞാനുമായിട്ടുള്ള എൻ്റെ പ്രൈസുമായിട്ടുള്ള റിലേഷൻ നഷ്ടപ്പെടും. കോൺസിക്വൻസസ് ഉണ്ടോ? അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്? മനസ്സുകൊണ്ട് ഇടിക്കും. ഞാൻ പ്രൈസ് എന്ന് പറഞ്ഞ് പ്രൈസിന് കൈ കൊടുക്കുക എന്ന് വിചാരിച്ചോ? വളരെ സൗമ്യമായിട്ട് കൈ കൊടുത്തു, ഇങ്ങോട്ട് മാറി നിന്നിട്ട് എന്തൊരു ജാടയവൻ, കീബോർഡ് വായിക്കുന്നുണ്ടായിരിക്കും എന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞാൽ, ഞാൻ ഇത് വാവുണ്ടെന്താ പറയാത്ത? നേരത്തെ പറഞ്ഞ പ്രൈസ് പിടിച്ച് ഇടിക്കത്തില്ല. പക്ഷേ കോൺസിക്വൻസസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഉദാഹരണം മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഞാനിത് മനസ്സിൽ പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഞാൻ മനസ്സിൽ പറഞ്ഞ ആരും കേൾക്കുന്നില്ല എന്നാണ് ധാരണ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നീ മനസ്സിൽ പറയുന്നത് സ്വർഗത്തിൽ ശബ്ദമായിട്ട് മുഴങ്ങാണ്. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ല? നിങ്ങൾ മനസ്സിൽ പറയുന്നതെല്ലാം ശബ്ദമായിട്ട് സ്വർഗത്തിൽ മുഴങ്ങുകയാണ്. നമ്മളിതെല്ലാം മനസ്സുകൊണ്ടാണ് ചെയ്യുന്നത്. മനസ്സുകൊണ്ട് ആളുകളെ പള്ളു പറയും, മനസ്സുകൊണ്ട് നമ്മൾ ആൾക്കാരെ ദൂഷിക്കും, മനസ്സുകൊണ്ട് നമ്മൾ അവരെ ചീത്ത പറയും. പക്ഷേ ഇതെല്ലാം സ്പിരിച്വൽ റലത്തിനകത്ത് ആക്ഷനുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതെല്ലാം ആത്മമണ്ഡലത്തിനകത്ത് ആക്ഷനുകളാണ്. നമ്മൾ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, റെസ്റ്റോറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെ നിന്നറിയാമോ? നമ്മുടെ ഹൃദയത്തിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യണം. അവിടെയാണ് ഇതിൻ്റെ ബേസ്മെന്റ് കിടക്കുന്നത്, അവിടെയാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ കിടക്കുന്നത്. നമ്മൾ ആവശ്യമില്ലാതെ ചിന്തകളെ പരിപാലിക്കും, ചിന്തകളെ താലോലിക്കും. ഒരു സീസണിൽ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതായിരുന്നു, ഞാൻ ചിന്തകളെ താലോലിക്കുമായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ ആദ്യമൊക്കെ കിടന്ന സമയത്ത് ഒരു 1.5 വർഷത്തിൻ്റെ കാലഘട്ടത്തിൽ ആരും പരിചയക്കാരില്ല. വളരെ ഏകാന്തതയിലൂടെ കയറിപ്പോയപ്പോൾ അന്ന് പിശാച് ഏറ്റവും കൂടുതലിട്ട ചിന്തയാണ്, ഇനി നീ ഉപയോഗിക്കപ്പെടത്തില്ല, ഇനി നീ പുറത്തു വരാൻ സാധ്യതയില്ല, ദൈവത്തിന് ഇനി നിന്നെ വേണ്ട. എവിടെയും ഞാൻ ഈ ചിന്തകളെ പാമ്പർ ചെയ്യാൻ തുടങ്ങി, എവിടെയും ഞാൻ ഈ ചിന്തകളെ താലോലിക്കാൻ തുടങ്ങി. സംഭവിച്ചത് താലോലിച്ച് അവസാനം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ മിനിസ്ട്രി വിടുകയാണ്, ഞാൻ ജോലിക്ക് പോവുകയാണ്. ഇത് പറഞ്ഞ ശേഷം ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം പല കമ്പനികൾക്ക് ഞാൻ CV ആയിട്ട് അയച്ചു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ബുക്ക് ട്രാൻസ്ലേഷൻ ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ വിക്ലിഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ബുക്ക് ട്രാൻസ്ലേഷൻ കമ്പനിയിൽ എനിക്കൊരു ജോലി കിട്ടി. അവർ പറഞ്ഞു, ഞങ്ങളൊരു പുതിയ ട്രാൻസ്ലേഷൻ ടീം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, പുതിയ ട്രാൻസ്ലേഷൻ ടീമിൻ്റെ ഹെഡ് ജാക്സൺ ആയിരിക്കും. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കണ്ടോ പരിപാടി വന്നിട്ടുണ്ട്, ഞാനിതെല്ലാം വിട്ട് കളഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾ ഒരാഴ്ചക്കകം വിളിക്കാം, അതിനുശേഷം ജോലിയിലേക്ക് പ്രവേശിക്കാം, വർക്ക് ഫ്രം ഹോം ആയിരിക്കും, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഇന്നത്ര സാലറി ഒക്കെ തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാൻ തീരുമാനിച്ചു, ഇനി ഞാൻ മിനിസ്ട്രിക്കില്ല. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞ ടീം ഇന്ന് വരെ വിളിച്ചിട്ടില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പക്ഷെ എനിക്ക് എവിടെ മനസ്സിലായി, ഞാൻ എൻ്റെ ചിന്തകളെ താലോലിക്കുന്നതാണ് വിഷയം. എൻ്റെ ചിന്തകളെ താലോലിക്കുന്നിടത്താണ് ഞാൻ ഈ പരാജയങ്ങളിലേക്ക് പോകുന്നത്. കർത്താവ് എൻ്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞു, ചിന്തകളിൽ വരുന്ന ഫൈറ്റ് ചിന്തകളിലൂടെ നേരിടണം. എൻ്റെ കൂടെ ഉണ്ടോ? ചിന്തകളിലൂടെ വരുന്ന ഫൈറ്റ് ചിന്തകളിൽ നേരിടണം. പിന്നെയും പിശാച് എൻ്റെ അടുത്ത് വന്ന്, പാസ്റ്റർ നീ ഉപയോഗിക്കപ്പെടത്തില്ലെന്ന ചിന്തയിട്ടു എൻ്റെ മേൽ. പക്ഷെ ഞാൻ 10,000 ലക്ഷക്കണക്കിന്റെ നടുവിൽ, ആൾക്കാരുടെ നടുവിൽ നിന്ന് ദൈവിക സുവിശേഷം പ്രസംഗിക്കുന്നത് എൻ്റെ ചിന്തകളിൽ ഞാൻ കാണാൻ തുടങ്ങി. ലക്ഷക്കണക്കിന് ആളുകളെ ഞാൻ സ്നാനപ്പെടുത്തുന്നത് എൻ്റെ ചിന്തകളിൽ കാണാൻ തുടങ്ങി. എവിടെയാ പരാജയങ്ങൾ സംഭവിച്ചെന്നറിയാമോ? നിന്റെ പരാജയങ്ങൾ സംഭവിച്ചത് മുഴുവനും ചിന്തകളിലാണ്.
ചിന്തകളിലെ പരാജയം സംഭവിച്ചത്. ചിന്തകളെ താലുലിച്ച കാരണത്താലാണ് പലപ്പോഴും വീഴ്ചയുണ്ടായത്. ഇന്ന് ചിന്തകൾ കൊണ്ട് തന്നെ ഫൈറ്റ് ചെയ്യുക. ചിന്തകൾ കൊണ്ട് തന്നെ ഫൈറ്റ് ചെയ്യുക. നീ അനുഗ്രഹിക്കപ്പെടത്തില്ലെന്ന് പറയുമ്പോൾ നിനക്ക് അനുഗ്രഹിക്കപ്പെട്ടതായി നിന്റെ ചിന്തയിൽ കാണാൻ കഴിയുമോ? നീ ഉപയോഗിക്കപ്പെടത്തില്ലെന്ന് പറയുമ്പോൾ നീ ഉപയോഗിക്കപ്പെട്ടതായി നിന്റെ ചിന്തകളിൽ കാണാൻ കഴിയുമോ? നീ ലോകരാജ്യത്തിൽ ദൈവരാജ്യത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് കാണാൻ കഴിയുമോ? നിനക്ക് മക്കൾ ഉണ്ടാകുന്നതായിട്ട് കാണാൻ കഴിയുമോ? നിന്റെ വിവാഹം നടക്കുന്നതായിട്ട് കാണാൻ കഴിയുമോ? നിന്റെ ഭാവി അനുഗ്രഹിക്കപ്പെട്ടതായി കാണാൻ കഴിയുമോ? ഞാൻ ആത്മാവിൽ ഇവിടെ നിങ്ങളും നോക്കി ഒരു പ്രവചനം പ്രവചിക്കാം. ഇന്ന് ഈ പകലിൽ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അടുത്ത സീസണ് ദൈവം നിങ്ങളുടെ കരത്തിൽ കൊണ്ടുതരും. കാരണം ചിന്തകൾക്ക് ശക്തിയുണ്ട്. നമ്മളെല്ലാവരും നമ്മുടെ പ്രശ്നം നമ്മളെല്ലാം സ്പിരിച്വലി എടുക്കും. നമ്മളെല്ലാം ആത്മയുദ്ധങ്ങളായിട്ട് ഇതിനെ എടുക്കും. പക്ഷെ ആത്മയുദ്ധങ്ങളായിട്ട് എടുക്കല്ലേ. ഈ സീസണിൽ നിന്റെ ചിന്തകൾക്കകത്ത്, നിന്റെ ദേഹിക്കകത്ത് സിംഹാസനം ഇട്ടിരിക്കുന്ന പിശാചിനെ ഇറക്കിവിട. അവിടെ നമ്മുടെ എല്ലാ മേഖലയുടെയും താക്കോൽ കർത്താവിന്റെ കയ്യിലാണ്. ഒരാമേൻ പറഞ്ഞേ. നിന്റെ ഭാവിയുടെ താക്കോൽ ആരുടെ കയ്യിലാ? പറ കർത്താവിന്റെ കയ്യിലാണ്. നിന്റെ നിന്റെ വിദ്യാഭ്യാസത്തിന്റെ താക്കോൽ ആരുടെ കയ്യില? കർത്താവിന്റെ കയ്യില്. എല്ലാ മേഖലയുടെ കാര്യങ്ങളുടെ താക്കോൽ കർത്താവിന്റെ കയ്യില. പക്ഷേ ഒരു കാര്യത്തിന്റെ താക്കോൽ മാത്രം കർത്താവ് നമ്മുടെ കയ്യിലാണ് തന്നിരിക്കുന്നത്. അറിയോ എന്തിന്റെയാണെന്ന്? നമ്മുടെ ഹൃദയത്തിന്റെ താക്കോൽ നമ്മുടെ കയ്യിലാണ് തന്നിരിക്കുന്നത്. ദൈവം പോലും നിർബന്ധിച്ച് തുറന്ന് നിന്റെ ഹൃദയത്തിൽ കയറത്തില്ല. നീ തുറന്നു കൊടുത്താൽ മാത്രമേ ദൈവത്തിനും കയറാൻ കഴിയൂ. കാരണം താക്കോൽ നമ്മുടെ കയ്യിലാണ്. എന്റെ കൂടെ ഇല്ല നിങ്ങൾ. അതുകൊണ്ട് കർത്താവ് യേശു പറഞ്ഞു, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ദൈവവും നമ്മുടെ ഹൃദയത്തിനകത്ത് വരണമെങ്കിൽ നമ്മൾ സ്വയം തുറന്നു കൊടുക്കണം. എന്നാലേ യേശുവിന് വരെ നമ്മുടെ ഹൃദയത്തിനകത്ത് കയറാൻ കഴിയും. ഇപ്പൊ പിശാച് നിന്റെ വിദ്യാഭ്യാസത്തിൽ തൊടണമെങ്കിൽ ദൈവത്തിന്റെ പെർമിഷൻ ഇല്ലാതെ തൊടാൻ കഴിയില്ല. നിന്റെ ഭാവിയെ തൊടണമെങ്കിൽ ദൈവത്തിന്റെ പെർമിഷൻ ഇല്ലാതെ തൊടാൻ കഴിയില്ല. പക്ഷെ നിന്റെ ഹൃദയത്തെ തൊടാൻ പിശാചിന് നിന്റെ പെർമിഷൻ മതി. അപ്പൊ ദൈവത്തെ കൺവിൻസ് ചെയ്യുന്നതിനേക്കാളും എളുപ്പം പിശാചിനെ നിന്നെ കൺവിൻസ് ചെയ്യാം. അതുകൊണ്ട് അവൻ കളിക്കുന്നത് മുഴുവനും ഹൃദയത്തിൽ ചിന്തകളിട്ടായിരിക്കും. ചിന്തയെ താലോലിക്കുമ്പോൾ നീ മനസ്സിലാക്കണം, നീ ഏതോ നെഗറ്റീവ് സ്പിരിച്വൽ റലത്തിന് നീ ആക്സസുകൾ നിന്റെ ഹൃദയത്തിൽ കൊടുക്കുകയാണ്. നിന്റെ ഹൃദയത്തെ കയറിക്കൂടി കഴിഞ്ഞാൽ അവന് വിദ്യാഭ്യാസത്തിൽ ആക്സസുകൾ ഉണ്ടാകും, നിന്റെ ഭാവിയിൽ ആക്സസുകൾ ഉണ്ടാകും, നിന്റെ ശുശ്രൂഷകളിൽ ആക്സസുകൾ ഉണ്ടാകും, നിന്റെ ബിസിനസ്സിൽ ആക്സസുകൾ ഉണ്ടാകും, നിന്റെ കുടുംബ ജീവിതത്തിന്റെ ആക്സസുകൾ ഉണ്ടാകും. അപ്പൊ അവനറിയാം, ദേഹിക്കകത്ത് കയറിപ്പറ്റിയ, ചിന്തകൾക്കകത്ത് കയറിപ്പറ്റിയാൽ ഇവന്റെ എല്ലാ മേഖലയിലും എനിക്ക് ആക്സസുകൾ എടുക്കാൻ കഴിയും. നമ്മുടെ പ്രശ്നം, നമ്മൾ പിശാചിനെ വിദ്യാഭ്യാസത്തിൽ നിന്ന് ഇറക്കി വിടാൻ ശ്രമിക്കും, ശുശ്രൂഷകളിൽ നിന്ന് ഇറക്കി വിടാൻ ശ്രമിക്കും. പക്ഷെ ഇന്ന് ഞാൻ പറയാം, അവൻ നിന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കിയ സിംഹാസനത്തിൽ നിന്ന് അവന്റെ സിംഹാസനം എടുത്ത് ദൂരക്കള. നിന്റെ ഹൃദയത്തിൽ നിന്ന് ഇറക്കി വിട്ടാൽ നിന്റെ വിദ്യാഭ്യാസത്തിൽ നിന്ന് അവന്റെ ആക്സസുകൾ മാറും, നിന്റെ ശുശ്രൂഷകളിൽ നിന്ന് അവന്റെ ആക്സസുകൾ മാറും, നിന്റെ ജീവിതത്തിനകത്തു നിന്ന് അവന്റെ ആക്സസുകൾ മാറും. എവിടൊക്കെ പിശാചിന് ആക്സസുകൾ ഉണ്ടോ ദൈവം എന്ന് പറയുന്നു, ആ ആക്സസുകളെല്ലാം ദൈവം എന്ന് തിരിച്ചുവിടുക. ഇന്ന് വൈകുന്നേര സമയം ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പ്രവചിക്കുകയാണ്. പിശാച് എടുത്ത ചില അധികാരങ്ങള്, പിശാച് കയറിപ്പറ്റിയ ചില ആക്സസുകള് ഇന്ന് പരിശുദ്ധാത്മാവ് എടുത്തു കളയുകയാണ്. ഇന്നു മുതൽ നിന്റെ ജീവിതത്തിനകത്ത് അവൻ ആക്സസുകളില്ല, നിന്റെ വിദ്യാഭ്യാസത്തിൽ അവൻ ആക്സസുകളില്ല, നിന്റെ ജോലിയിൽ അവൻ ആക്സസുകളില്ല, നിന്റെ ഭാവിയിൽ അവൻ ആക്സസുകളില്ല, നിന്റെ ശുശ്രൂഷയിൽ അവൻ ആക്സസുകളില്ല, നിന്റെ സഭയിൽ അവൻ ആക്സസുകളില്ല. അവന്റെ കയ്യിലെ ചില താക്കോലുകൾ അവൻ തിരിച്ചുവിടുക. Are you ready to fight? ഇന്ന് നീ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണോ? ഇന്ന് നീ യുദ്ധം ചെയ്യാൻ തയ്യാറാണോ? നിന്റെ ചിന്തകളിൽ കൂടെ കേറിക്കൂടിയ പിശാചിനെ ഇന്ന് നിന്റെ ചിന്തയിൽ നിന്ന് ഇറക്കിവിട്. ഇന്ന് ആരോട് പറയുന്നു? നീ ലോകരാജ്യങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നത് കാണ്, നീ പട്ടണങ്ങളെ കൈവശമാക്കുന്നത് കാണ്, നീ ദേശങ്ങളെ പിടിക്കുന്നത് കാണ്. കാണ് കാണ് കാണ്, നിന്റെ ചിന്തകളെ കാണ്, കാണ് 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 കാണ്.
തടസ്സങ്ങൾ നിനക്ക് കീഴടങ്ങുന്നത് കാണാം. ഇന്ന് എനിക്കറിയാം ചില നെഗറ്റീവ് സ്ട്രാറ്റജികൾ ഇന്ന് ബ്രേക്ക് ആകുകയാണ്. കാലങ്ങളായി ഒരു തലമുറയെ തകർത്ത് പൈശാചിക സ്ട്രാറ്റജികൾ ഈ യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറട്ടെ. തിരിച്ചുവിളി, 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 തിരിച്ചുവിളി. ചില താക്കോലുകളൊന്ന് തിരിച്ചുവിളി. റബലബറ ധുരിബിരിബിരി 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 അർച്ചലബറ ധുരിബലബറ ധുരബലബല ധുരിബിരിബിരി അർച്ചലബറ ധുരബലബല ധുരിബിരിബിരി. നിന്റെ ചിന്തയെ തിരിച്ചു പിടിക്കാമോ? എടാ, ക്രോയിഡോണിൽ വലിയൊരു ഉണർവ് നിന്റെ ചിന്തകളിൽ കൊണ്ടുവരാമോ? 10,000 ഇരിക്കുന്ന ചർച്ചും നിന്റെ ചിന്തകളിൽ കൊണ്ടുവരാമോ? ക്രോയിഡോണിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇരുന്ന് ആരാധിക്കുന്നത് നിന്റെ ചിന്തകളിൽ കൊണ്ടുവരാമോ? ഈ സീസണിൽ പോസിറ്റീവ് റലം അവരെ സ്വീകരിക്കുക. സബ്രല ഹദുരി ഷംലാദലി. നിന്റെ ചിന്തകൾ അനുസരിച്ചാണ് സ്പിരിച്വൽ റലം റെസ്പോണ്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ചിന്തകൾ അത് ആത്മമണ്ഡലത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പിശാച് ഹൃദയത്തെ ചിന്തിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവിക സിംഹാസനത്തിന് മുകളിൽ സിംഹാസനം വെക്കുമെന്നും അതിന്റെ മുകളിൽ ഇരിക്കുമെന്നും പിശാച് ചിന്തിച്ചു. ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, അവ ചിന്തിച്ചപ്പോഴേ ആത്മമണ്ഡലത്തിൽ ഇത് മുഴങ്ങിക്കേട്ടു. സ്പിരിച്വൽ റലത്തിനകത്ത് ഇത് മുഴങ്ങിക്കേട്ടു. ഞാൻ വിശ്വസിക്കുന്ന യെഹെസ്കേൽ പ്രവാചകനും യോഹന്നാനും അവൻ സ്പിരിച്വൽ റലം ആക്സസ് ചെയ്തപ്പോൾ അവർ കേട്ട ശബ്ദമുണ്ട്. കർത്താവിന് വിശുദ്ധന്മാരും ദൂതന്മാരും ഹോളി 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 എന്ന് പാടുകയാണ്. ഇതവർ വാ കൊണ്ട് പാടുന്നതല്ല, അവരുടെ ചിന്തകളാണ് അവിടെ മുഴങ്ങി കേൾക്കുന്നത്. കാരണം അവർക്ക് ചിന്തിക്കാൻ വേറെ ഒന്നുമില്ല. നിന്റെ ചിന്തകൾ സ്പിരിച്വൽ റലത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ ചിന്തിക്കുന്ന നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് റലം റെസ്പോണ്ട് ചെയ്യും. നീ ചിന്തിക്കുന്ന പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് റലം റെസ്പോണ്ട് ചെയ്യും. പലരെയും തകർത്തത് ഹൃദയത്തിലാണ്. ഇന്ന് കർത്താവ് പറയുന്നു, നിന്റെ ഹൃദയത്തിൽ ഒരു റെസ്റ്റോറേഷൻ ഇന്ന് കർത്താവ് സ്റ്റാർട്ട് ചെയ്യുക. ഫൗണ്ടേഷനിൽ നിന്നും ദൈവം ഇന്ന് തുടങ്ങുകയാണെന്ന് പറയാൻ ദൈവം എൻ്റെ അടുത്ത് പറയുന്നു. ദൈവം ഇവിടെ നിന്ന് ആരംഭിക്കുകയാണെന്ന് പറയാൻ എൻ്റെ അടുത്ത് പറയുന്നു. തകർന്നതിനാണ് റെസ്റ്റോറേഷൻ ആവശ്യം. തകർന്നതിനാണ് യഥാസ്ഥാപനം ആവശ്യം. ഇന്ന് കർത്താവ് പറയുന്നു, തകർന്നു പോയ നിന്റെ ഹൃദയത്തെ ഇന്ന് ദൈവം വീണ്ടും പണിയുകയാണ്. ദൈവ പണി ആരംഭിക്കുകയാണ്. ഞാൻ ആത്മാവ് വീണ്ടും പറയാം, ഒരു പ്രാവചനിക അന്തരീക്ഷം ഇവിടെ വെളിപ്പെട്ട് നിൽപ്പുണ്ട്. ഒരു പ്രൊഫറ്റിക്കൽ അറ്റ്മോസ്ഫിയർ ഇവിടെ വെളിപ്പെട്ട് നിൽപ്പുണ്ട്. ഇവിടെ നീ എന്ത് ചിന്തിക്കുന്നുവോ പോസിറ്റീവ് റലം ഇന്ന് പകല് സീൽ വെക്കുകയാണ്. പോസിറ്റീവ് റലം ഇന്ന് പകല് സീൽ വെക്കുകയാണ്. വരും ദിവസങ്ങളിൽ നിന്റെ ചിന്തകൾ നീ ചിന്തിച്ചത് നിന്റെ കൺമുമ്പിൽ കാണത്തക്ക രീതിയിൽ ചിന്തകളിലല്ലേ തകർത്തത്? ചിന്തകളിലല്ല നിന്നെ വീഴ്ത്തിയത്. നീ അനുഗ്രഹിക്കപ്പെടത്തില്ലെന്നും നിന്നോട് ദൈവത്തിന് സ്നേഹമില്ലെന്നും ദൈവത്തിന് നിന്നോട് താല്പര്യമില്ലെന്നും നീ വളരില്ലെന്നും പിശാച് കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ചതല്ലേ? ഇന്നൊരു പ്രവാചകന്റെ അധികാരത്തിൽ ഞാൻ അതിനെ തിരിച്ചുവിടുകയാണ്.
ഈ അന്തരീക്ഷത്തെ ഞാനത് തിരിച്ചുവിടുന്നു. നിന്റെ ചിന്തകളിൽ പിശാച് കൊണ്ടിട്ടതിനെ ഇന്ന് പരിശുദ്ധാത്മാവ് എടുത്തു കളയുക. ആരാ പറഞ്ഞ നീ അനുഗ്രഹിക്കപ്പെടത്തില്ലെന്ന്? ആരാ പറഞ്ഞ നിനക്ക് വഴി തുറക്കത്തില്ലെന്ന്? ആരാ പറഞ്ഞ്? ഇന്ന് ആത്മമണ്ഡലം ചിലതിനെ സീൽ വെക്കുകയാണ്. പിശാചിന്റെ കള്ളങ്ങളെ വിശ്വസിക്കരുത് എന്ന് പറയാൻ ആത്മയുദ്ധങ്ങൾ ആരംഭിക്കുന്നത് ഹൃദയത്തിനകത്ത് നിന്ന. നിന്റെ അകത്തൊരു പ്രവാചകനെ നീ ചിന്തകളിൽ എഴുന്നേൽപ്പിക്കണം. നിന്റെ അകത്തൊരു അപ്പോസ്തലനെ ചിന്തകളിൽ എഴുന്നേൽപ്പിക്കണം. നിന്റെ ചിന്തകളിൽ എഴുന്നേറ്റാൽ അടുത്ത സീസണിൽ മാനിഫെസ്റ്റ് ചെയ്തു തുടങ്ങും. അടുത്ത സീസണിൽ മാനിഫെസ്റ്റ് ചെയ്തു തുടങ്ങും. ഞാൻ ആത്മാവിൽ ചിലത് നോക്കി പ്രവചിക്കുന്നു. ചിലത് വെളിപ്പെടാൻ പോകുകയാണ്. ചിലത് വെളിപ്പെടാൻ പോകുക. ചിലത് മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുക. കാലങ്ങളായി ദൈവം ഒളിപ്പിച്ചു വെച്ച ചിലതിനെ ഈ സീസണിൽ ദൈവം പ്രദർശിപ്പിക്കാൻ പോകുക. ചിന്തിക്ക്, ചിന്തിക്ക്. തലമുറകൾക്ക് അമ്മയായി ചിന്തിക്ക്. പട്ടണങ്ങളെ കീഴടക്കുന്ന ചിന്തിക്ക്, ചിന്തിക്ക്. വീട് കിടക്കുന്ന തലമുറ എഴുന്നേൽപ്പിക്കുന്ന ചിന്തിക്ക്. നിന്റെ ചിന്തയിൽ ഒരു പിക്ചർ കൊണ്ടുവരാമോ? ഇന്ന് പരിശുദ്ധാത്മാവ് സീലോക്കും. നിന്റെ ചിന്തകളിൽ ഇന്ന് വരുന്ന ബ്ലൂ പ്രിന്റുകൾക്ക് ഇന്ന് ആത്മമണ്ഡല സീൽ വെക്കുകയാണ്. ചിന്തിക്ക. പുതിയ ബിസിനസ് പ്രോജക്റ്റുകൾ ചിന്തിക്ക. നീ ഒരു പരാജയമല്ല വിജയമാണെന്ന് ചിന്തിക്ക. നിന്നെ അവൻ തകർത്തത് കള്ളങ്ങം പറഞ്ഞിട്ടാണ്. നിന്നെ അവൻ വീഴ്ത്തിയത് കള്ളങ്ങം പറഞ്ഞിട്ടാണ്. ഇന്ന് സത്യം കൊണ്ട് നേരിട. നിന്റെ ചിന്തകളിൽ ഒരു പോരാളി എഴുന്നേറ്റ് വരണം. ഞാനിത് പറയുമ്പോ കാണുന്ന വെളിപ്പാട് ഞാൻ പറയാം. ഉറങ്ങിക്കിടക്കുന്ന ഒരു സിംഹം എഴുന്നേറ്റ് വരുന്നത് പോലെ സ്പിരിച്വൽ റലത്തിനകത്ത് ചിലർ ഇന്ന് രാത്രിയിൽ എഴുന്നേറ്റ് വരികയാണ്. ആത്മമണ്ഡലത്തിൽ ഇന്ന് വൈകുന്നേര സമയം ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. അടുത്ത ആത്മയുദ്ധങ്ങൾക്ക് വേണ്ടി ബലം പകർന്നൊരു തലമുറ എഴുന്നേറ്റ് വരുന്നല്ലോ. നിന്റെ ചിന്തകളിലൂടെ കൊണ്ടുപോയത് ഇന്ന് ചിന്തകളിൽ പിരിച്ചുവിടി. പിടി പിടി പിടി. യേശുവേ കരുണാമയനേ യേശുവേ. ഇതുകൊണ്ടാ പൗലോസ് പറഞ്ഞ നിന്റെ ചിന്ത ക്രിസ്തു ആകണം.
നിന്റെ ചിന്ത ക്രിസ്തുവാകണം. എന്താ റീസൺ എന്നറിയാമോ? നീ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ക്രിസ്തുവാണ്, നീ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ക്രൈസ്റ്റ് ആണ്. ഇന്ന് കർത്താവ്, ഞാൻ ആത്മാവിൽ ഇവിടെ പ്രവചിക്കുകയാണ്, ഇല്ല പിശാചില്ല, ഒരു സീസണിൽ ഒരു തലമുറ മുഴുവൻ ചിന്തകളിലൂടെ നീ കൊണ്ടുപോയെങ്കിൽ ഇന്നൊരു തലമുറ ഞാൻ ആത്മാവിൽ ഇവിടെ തിരിച്ചുപിടിക്കുക. ഉറങ്ങിക്കിടക്കുന്ന സിംഹം എഴുന്നേൽക്കുന്നത് പോലെ ആത്മാവെഴുന്നേറ്റു വരട്ടെ. നിന്നെ കുറിച്ച് എന്തെങ്കിലും സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ ചിന്തിക്ക്. Your fight starts from your thoughts. വലിയ ആത്മയുദ്ധങ്ങളിലൂടെ വിജയം ഈ ദിവസങ്ങൾ കാണുമെന്ന് പ്രവചിക്കാൻ ഒരു ആത്മനിയോഗം കർത്താവിന്റെ കൈ തരുമല്ലോ. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു ചില സ്പിരിച്വൽ വാർഫെയറുകളുടെ റിസൾട്ടുകൾ. ഞാൻ രാവിലെ പറഞ്ഞ പദം വീണ്ടും ആവർത്തിക്കും. ദേശത്ത് ദൈവം വീണ്ടും കോറിയിടുന്നത് പോലെ ചിന്തിക്കുക. പ്രാർത്ഥിച്ചേ. കരുണാമയനേ, യേശുവേ, കരുണാമയനേ, യേശുവേ, കരുണാമയനേ, യേശുവേ, കരുണാമയനേ. ആ കരമൊന്ന് ഉയർത്തിയേ, ആ കരമൊന്ന് ഉയർത്തിയേ. ഇന്ന് നിങ്ങളുടെ ചിന്തകളെ ദൈവം ശുദ്ധീകരിക്കുക. ഈ കരം ഉയർത്തി നിൽക്കുന്നവരെ നോക്കി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ചിന്തകൾ 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 ചിന്തകളെ അപ്പത്തൊടട്ടെ. Can you focus? ആത്മഹത്യയെപ്പറ്റി ചിന്തിപ്പിച്ചില്ലേ? എല്ലാം നിർത്തിക്കളയാൻ ചിന്തിപ്പിച്ചില്ലേ? നിന്നെ അപ്പന് വേണ്ടെന്ന് കള്ളം പറഞ്ഞില്ലേ? തിരിച്ചുപിടി. കൊണ്ടുപോയ താക്കോലുകളെ നീ തിരിച്ചിട്. നിന്റെ ജീവിതം കൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്ന് അവൻ പറഞ്ഞു വിശ്വസിപ്പിച്ചില്ലേ? നീ ആർക്കും പ്രയോജനപ്പെടത്തില്ലെന്ന് പറഞ്ഞില്ലേ? നിന്റെ കുടുംബം രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞില്ലേ? ചിന്തകളിൽ കയറിയതിന് ഇന്ന് ചിന്തകളിൽ തിരിച്ചുപിടി. UK അടുത്ത ഉണർവിന്റെ മുൻപന്തി നിൽക്കുന്നത് കാണാൻ കഴിയുമോ? അതൊന്ന് കണ്ടേ. 10,000 ലക്ഷക്കണക്കിന് ആളുകൾ യേശുവിന്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുന്നത് ഒന്ന് കണ്ടേ. നിന്നിലൂടെ അടുത്ത ഉണർവുണ്ടാകുന്നത് കണ്ടേ. ഈ ദേശത്ത് നിന്ന് തിരിച്ചു പോകാനല്ല ദൈവം നിന്നെ കൊണ്ടുവന്നേ. ഇവിടെ ഉണർവുണ്ടാക്കാനാ. ഇവിടെ സെറ്റിൽ ചെയ്യാനല്ല കൊണ്ടുവന്നേ. ഇവിടുത്തെ ഉണർവിന്റെ മുൻപന്തി നിർത്താനാ. അതൊന്ന് കണ്ടേ. പ്രാർത്ഥിച്ചേ.
ചിന്തകളിൽ കൊണ്ടുവന്നേ. രാജ്യങ്ങൾ, പട്ടണങ്ങൾ, നിന്നെ തകർക്കാൻ പിശാച് ഉപയോഗിച്ച സ്ട്രാറ്റജികൾ അടുത്ത സീസണിന്റെ നിന്റെ മിനിസ്ട്രിയുടെ പ്ലാറ്റ്ഫോം ആക്കി ദൈവം ഇട്ട് തരും. നിന്നെ എവിടെ തകർക്കാൻ നോക്കിയോ, നിന്നെ വീഴ്ത്താൻ കുഴിച്ച കുഴിയിൽ എൻ്റെ അപ്പം നിന്നെ പണിയാനുള്ള അടിസ്ഥാന കല്ലിടും. ഇത് പ്രവചിക്കാൻ എൻ്റെ അടുത്ത് പറയുന്നല്ലോ. ദൈവം നിന്നെ തിരിച്ചു പിടിക്കുക. Restoration, I release restoration. Silver angels, angel of restoration ഇവിടെ വെളിപ്പെടുകയാണല്ലോ. ഹൃദയങ്ങൾ യഥാസ്ഥാപനപ്പെടട്ടെ. കരുണാമയനേ, എഫ്സിയ എന്ന് പറഞ്ഞാലുണ്ട്. എഫ്സിയ പ്രാർത്ഥിച്ചേ. പ്രാർത്ഥിച്ചേ. കാണാൻ നിൽക്കല്ലേ, പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ ചിന്തകളിൽ ഫൈറ്റ് കൊണ്ടുവന്നേ. നെഗറ്റീവ് ക്ലെയിമുകളെല്ലാം ഇന്നിവിടെ ക്യാൻസൽ ആകുക. കർത്താവ് എഫ്സിയ എന്ന് കേൾപ്പിക്കുക. ഈ ചർച്ചനെ നോക്കി ഒരു പ്രവചനം വെക്കാനൊരു നിയോഗം. കുഞ്ഞുങ്ങളുടെ മേൽ സ്പിരിച്വൽ റലം ശക്തമായി തുറന്നു വരും. എലിസബത്ത് ആരാ? എലിസബത്ത് ഉണ്ടോ? എലിസബത്ത് പ്രാർത്ഥിച്ചേ. നിങ്ങളെ കുഞ്ഞുങ്ങൾ സ്പിരിച്വൽ റലത്തിന്റെ മുൻപന്തി നിൽക്കുന്നു കണ്ടേ. പ്രാർത്ഥിച്ച നെഗറ്റീവ് റലങ്ങൾ, നെഗറ്റീവ് അറ്റ്മോസ്ഫിയേഴ്സ് ഇന്ന് ബ്രേക്ക് ആകട്ടെ. ഗ്രേസ് റിലീസ് ആവുന്നല്ലോ. പ്രാർത്ഥിച്ചേ. മൂന്ന് സെലിബ്രേഷൻസ് സ്പിരിച്വൽ റലത്തിൽ നിനക്ക് വേണ്ടി തുറന്നു വരും.
നീ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു സീസണിലേക്ക് ദൈവം നിന്നെ കയറ്റിയാണെന്ന് പ്രവചിക്കാൻ ഒരു നിയോഗം കർത്താവിൻ്റെ നിൻ്റെ മേൽ കിടക്കുന്ന കോൾ നിയോഗം എനിക്ക് കാണാം. യു കോൾഡ്, നിനക്കതറിയാം. അവൈലബിൾ ആകാൻ ഒരു സീസണിൽ കർത്താവ് പറഞ്ഞതല്ലേ. റെസ്പോൺസിബിലിറ്റീസ്, സിറ്റുവേഷൻസ് എവിടെയോ അവൈലബിൾ ആകാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇന്ന് കർത്താവ് എന്നോട് പറയാനൊരു നിയോഗം തരുന്നു. നിനക്ക് വേണ്ടി ഇന്നും അവൻ കാത്തിരിക്കുക. God is still waiting for you. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ, ശബ്ദം ഉയരട്ടെ. ദേശങ്ങളിൽ, പട്ടണങ്ങളിൽ നിന്നെ കർത്താവിന് ഉപയോഗിക്കാൻ പദ്ധതി ഉണ്ടെന്ന് പറയാൻ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. മാർച്ച് മാസം മൂന്ന് മാസങ്ങൾ ഞാൻ ആത്മാവിൽ പ്രവചിക്കുക. വരുന്ന ജൂൺ മാസം, അതുപോലെ തന്നെ നവംബർ, അടുത്ത മാർച്ച്, ഇങ്ങനെ 3 ഘട്ടങ്ങളിലായി നിന്റെ മുമ്പിൽ സ്പിരിച്വൽ സെലിബ്രേഷൻസ് തുറന്നു വരും. ഫിസിക്കൽ റലങ്ങളിലെ സെലിബ്രേഷൻസ് അടുത്ത സ്പിരിച്വൽ റലങ്ങളിലെ സെലിബ്രേഷൻസ് ആയി മാറുമെന്ന് പ്രവചിക്കാൻ ഭയങ്കര ഒരു പദ്ധതി ഉണ്ട് എന്ന് പറയാൻ, ഭയങ്കര പ്രോജക്റ്റ് നിന്റെ മേൽ കിടപ്പുണ്ട് എന്ന് പറയാൻ എൻ്റെ അകത്തൊരു നിയോഗം ദൈവം തരുന്നല്ലോ. നിന്റെ ദൈവം തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നു. കർത്താവിന് നിന്നോട് സ്നേഹമാണെന്ന് പറയുന്നു. ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ടെന്ന് പറയുന്നു. That's a prophetical word for you. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കര ഉയർത്തി ഒന്നൊന്ന് പ്രാർത്ഥിച്ച്. പ്രാർത്ഥിച്ചേ. സിസ്റ്റർ, വരുന്ന നവംബർ മാസത്തിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അടുത്ത തുറവിയ ദൈവം വെക്കും. ശക്തമായ തുറവി കർത്താവിനെ കാണിക്കുന്നു. ദൈവരാജ്യത്തിനകത്ത് നിങ്ങളെ ദൈവം ഉയർത്തും. ശക്തമായ നിങ്ങളുടെ ശുശ്രൂഷകൾ ഒഴുകും. നിന്റെ വാക്കിനകത്ത് അധികാരം ഒഴുകുമെന്ന് പറയുന്നു. തുറന്നു കിടക്കുന്ന ഹൃദയത്തെ സൂചിറിയുന്നത് പോലൊരു കാഴ്ച കർത്താവിനെ കാണിക്കുന്നു. ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്, ഹൃദയത്തിൻ്റെ മുറിവുകൾ ഉണക്കാൻ നിന്റെ കയ്യെ ദൈവം ബലപ്പെടുത്തും. പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ, ഇവരുടെ ചിന്തകളെ ഞാൻ ശുദ്ധീകരിക്കുന്നു. എന്ന സ്പിരിച്വൽ റലം ഇവരുടെ മുമ്പിൽ തുറന്നു വരട്ടെ. ആത്മമണ്ഡലം ഇവരുടെ മുമ്പിൽ ഓപ്പണായി വരട്ടെ. ചിന്തകളുടെ മേലുള്ള കൺട്രോളുകൾ ഇന്ന് ഞാൻ ആത്മാവ് തിരിച്ചു പിടിക്കുക. മടുത്തുപോയ ചിലരെ ഇന്ന് ആത്മാവ് തിരിച്ചു പിടിക്കട്ടെ. തകർന്നു പോയ ചിലർ എഴുന്നേറ്റ് വരട്ടെ. പുതിയ ആക്സസുകൾ ഇന്ന് സ്പിരിച്വൽ റലത്തിൽ നിന്ന് ഓപ്പൺ ആകട്ടെ.
നിങ്ങളൊന്ന് ചിന്തിച്ചേ. നിങ്ങളുടെ ചിന്തകളെ തിരിച്ചു പിടിച്ച് പിശാച് കൊണ്ടുപോയ ചാവിയെ തിരിച്ചുപിടി. നിന്റെ തലമുറകൾ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നതായിട്ട് കണ്ടേ. പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരണത് ദാമ്യം പറഞ്ഞു പോകാനുള്ളതല്ല. പിടിച്ചേ, ഇതിനെ പിടിച്ചേ. നിന്റെ ചിന്തകളുള്ള ഫൈറ്റ് ഇന്ന് തീരണം. പിശാച് ഈ സീസണിൽ തലകുനിക്കും. നിന്നെ ഇനി ചിന്തകളിൽ വീഴ്ത്താൻ കഴിയാത്തതുപോലെ ചിന്തകളിൽ ദൈവം നിന്നെ സ്ട്രോങ് ആക്കുകയാണ്. പ്രാർത്ഥിച്ച് ദൈവരാജ്യത്തിൻ്റെ വലിയ പ്രോജക്റ്റ് ഉണ്ടല്ലോ. അമ്മയാകാൻ വിളിച്ചതാണെന്ന് പറയാൻ ഒരു ഭയങ്കര ഹാർട്ട് കർത്താവിനെ കാണിക്കും. മുൻപന്തിയിൽ ഫ്രണ്ട് ലൈനിൽ ഉപയോഗിക്കപ്പെടേണ്ടവരാണ്. ചിന്തകളിൽ കൊണ്ടുപോവാ. ഇനി പരാജയത്തിൻ്റെ ചിന്തകൾ ചിന്തിക്കല്ലേ. നിന്റെ തകർച്ചയുടെ ചിന്തകൾ ചിന്തിക്കല്ലേ. നിന്റെ ജീവൻ എടുക്കുന്ന ചിന്തകൾ ചിന്തിക്കല്ലേ. മതിയെന്ന് പറഞ്ഞ ഗീവപ്പ് ചെയ്യുന്ന ചിന്തകൾ ചിന്തിക്കല്ലേ. കാരണം നിന്റെ ചിന്തകൾക്ക് സ്പിരിച്വൽ റെലം ആക്സസ് ചെയ്യാൻ കഴിയും. നിന്റെ ചിന്തകൾക്ക് സൗഖ്യത്തെ കൊണ്ടുവരാൻ കഴിയും. നിന്റെ ചിന്തകൾക്ക് വാതിൽ തുറക്കാൻ കഴിയും. ഞാൻ ആത്മാവിൽ ഇത് പ്രവചിച്ചു വെക്കുകയാണ്. ഇന്ന് മുതൽ ഒരു പുതിയ റെലം ഇവരുടെ മുമ്പിൽ ആത്മാവിൽ തുറക്കുന്നു. വലിയ ദൈവപ്രവർത്തികളെ ഞാൻ തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ദൈവം ഇവരുടെ ലൈഫിനകത്ത് ചിലത് ചെയ്യട്ടെ. നിങ്ങൾ എഴുന്നേൽപ്പിക്കും കർത്താവ്. നിന്റെ പേരിൽ ഭയങ്കര പദ്ധതി കിടപ്പുണ്ട്. ഭയങ്കര പ്രോജക്റ്റ് എഴുന്നേറ്റ് വരുന്നു. കർത്താവിന് നിന്നെ വേണമെന്ന് പറയാനൊരു നിയോഗം കർത്താവിന്. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഇവർക്ക് താഴ്ചയല്ല ഉയർച്ച തന്നെ ഉണ്ടാകും. ഇവർക്ക് വീഴ്ച ഉണ്ടാകില്ല, ഉയർച്ച തന്നെ ഉണ്ടാകും. പുതിയ കീസ് ഇറങ്ങി വരട്ടെ. പുതിയ പ്രോജക്റ്റുകളുടെ കീ ഇവരുടെ കയ്യിൽ ലഭിക്കട്ടെ. ഞാൻ ആത്മാവിൽ ഇത് പ്രവചിച്ചു വെക്കുന്നു. ഈ സീസൺ ഇത് വെളിപ്പെട്ട് വരണം. ഞാൻ ആത്മാവിൽ ബ്ലസ് ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ.